നിശബ്ദമായ ഒരു സ്ഥലത്തിരുന്ന് ഈ ശബ്ദം ശ്രദ്ധയോടെ കേൾക്കൂ. ഇതൊരു സാധാരണ അഫർമേഷൻ വീഡിയോ അല്ല. ഇത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനോട് നേരിട്ട് പ്രവർത്തിക്കുന്ന ഒരു ശക്തമായ ധനാകർഷണ പ്രക്രിയയാണ്. ഒരു പ്രധാന കാര്യം ആദ്യം പറയാം. ഈ അഫർമേഷനുകൾ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള പണത്തെക്കുറിച്ചുള്ള ഭയം, കുറ്റബോധം, കുറവിൻ്റെ വിശ്വാസങ്ങൾ പൂർണ്ണമായി ഡിസോൾവ് ചെയ്ത് സർവ്വവിശ്വത്തിൻ്റെ സമൃദ്ധിയുമായി നിങ്ങളെ ഒത്തുചേരാൻ സഹായിക്കുന്നതിനായാണ്. ഈ അഫർമേഷനുകൾ 21 ദിവസം തുടർച്ചയായി കേൾക്കണം. 24 മണിക്കൂറിനുള്ളിൽ തന്നെ പണവുമായി ബന്ധപ്പെട്ട ഒരു പോസിറ്റീവ് മാറ്റം അനുഭവപ്പെടാൻ തുടങ്ങും. അതൊരു അൺഎക്സ്പെക്റ്റഡ് കോൾ ആയിരിക്കാം, ഒരു പുതിയ അവസരമായിരിക്കാം, അല്ലെങ്കിൽ പണം വരാനുള്ള ഒരു പുതിയ വഴി തുറക്കുന്നതായിരിക്കാം. ഒരു നിർദ്ദേശം മാത്രം: ഈ വീഡിയോയും ഇതിലെ കാര്യങ്ങളും ആരോടും പങ്കുവെക്കരുത്. ഇത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡുമായുള്ള രഹസ്യവും സ്വകാര്യവുമായ ഒരു പ്രക്രിയയാണ്. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രമാണ്: വിശ്വസിച്ച് ശാന്തമായി സ്വീകരിക്കാൻ തയ്യാറായി കേൾക്കുക. നിങ്ങൾ ശാന്തമായ ഒരിടം തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ നട്ടെല്ല് നേരെയായി ഇരിക്കുക. ശരീരം റിലാക്സ് ചെയ്തിരിക്കാൻ ശ്രമിക്കുക. സാവധാനം നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കൂ. ഒരു ദീർഘനിശ്വാസം എടുക്കൂ. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. Breathe in, breathe out. Again, breathe in, breathe out. ഓരോ ശ്വാസത്തോടൊപ്പവും നിങ്ങളുടെ ശരീരത്തിലെയും മനസ്സിലെയും ടെൻഷൻ പുറത്തേക്ക് പോകുന്നതായി വിഷ്വലൈസ് ചെയ്യൂ. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇപ്പോൾ സുരക്ഷിതമാണ്, ശാന്തമാണ്, മാറ്റങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്. ഇനി ഞാൻ പറയുന്ന ഓരോ വാചകവും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് സത്യമായി സ്വീകരിക്കുന്നു. പ്രിയപ്പെട്ട പണമേ, ഇത്രയും നാളുകൾ നിന്നെക്കുറിച്ച് നെഗറ്റീവായി ചിന്തിച്ചതിന് ഇപ്പോൾ ഞാൻ ഹൃദയത്തിൽ നിന്ന് നിന്നോട് ക്ഷമ ചോദിക്കുന്നു. പ്രിയപ്പെട്ട പണമേ, നിന്നെ പേടിച്ചും നിന്നെക്കുറിച്ച് ആശങ്കപ്പെട്ടും സ്ട്രെസ് അനുഭവിച്ചും ഞാൻ നിന്നെ അകറ്റിയതിന് എന്നോട് ക്ഷമിക്കൂ. പ്രിയപ്പെട്ട പണമേ, പണമുള്ളവരെ നോക്കി ഞാൻ എന്നെ തന്നെ ചെറുതായി തോന്നിപ്പിച്ചതിനും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാക്കിയതിനും ഇപ്പോൾ ഞാൻ ക്ഷമ ചോദിക്കുന്നു. പ്രിയപ്പെട്ട പണമേ, പണം എനിക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്ന വിശ്വാസം ഞാൻ പിടിച്ചു നിന്നതിനും നിന്നെ തടഞ്ഞതിനും എന്നോട് ക്ഷമിക്കൂ. പ്രിയപ്പെട്ട പണമേ, ഇന്ന് മുതൽ നിന്നോട് ഞാൻ സ്നേഹത്തോടും ബഹുമാനത്തോടും സൗഹൃദത്തോടും കൂടിയാണ് സമീപിക്കുന്നത്. ഞാൻ സമൃദ്ധിയാൽ നിറഞ്ഞ സർവ്വവിശ്വത്തിൻ്റെ മകനാണ്. അതിനാൽ സമ്പത്ത് എൻ്റെ സ്വാഭാവിക അവകാശമാണ്. ഈ സർവ്വവിശ്വത്തിലെ എല്ലാ സൃഷ്ടികളും സമൃദ്ധിയിലേക്ക് ഒരേപോലെ അർഹരാണ്. സർവവിശ്വം ആരെയും കുറവിൽ സൃഷ്ടിച്ചിട്ടില്ല, എന്നെയും അല്ല. ഞാൻ സർവവിശ്വത്തിൻ്റെ സമൃദ്ധി ഊർജത്തോട് ഇപ്പോൾ പൂർണ്ണമായി ഒത്തുചേരുന്നു. സമ്പത്തും സമൃദ്ധിയും എൻ്റെ ജന്മാവകാശമാണെന്ന് ഞാൻ ഇപ്പോൾ അംഗീകരിക്കുന്നു. സർവവിശ്വം സമൃദ്ധിയാൽ നിറഞ്ഞതാണ്. അതിൻ്റെ മകനായ ഞാനും സമൃദ്ധിയാൽ നിറഞ്ഞവനാണ്. എനിക്ക് പണം ലഭിക്കുന്നത് സർവവിശ്വത്തിൻ്റെ സ്വാഭാവിക നിയമമാണ്. സർവവിശ്വം എനിക്ക് നൽകുന്ന സമ്പത്ത് സുരക്ഷിതവും ശുദ്ധവുമാണ്. പണം എനിക്ക് സ്വാഭാവികമായി ആകർഷിക്കപ്പെടുന്നു, കാരണം ഞാൻ സമൃദ്ധിയുടെ ഭാഗമാണ്. സർവവിശ്വത്തിലെ സമ്പത്ത് എല്ലാവർക്കും മതിയുള്ളതാണ്. എനിക്കും അതിൽ പൂർണ്ണ അവകാശമുണ്ട്.
ഞാൻ സമ്പത്ത് സ്വീകരിക്കുമ്പോൾ ആരിൽ നിന്നും ഒന്നും കവർന്നെടുക്കുന്നില്ല. എൻ്റെ സമ്പത്ത് മറ്റുള്ളവരുടെ ജീവിതത്തിലും ആശീർവാദമാകുന്നു. സർവവിശ്വം എൻ്റെ ആവശ്യങ്ങൾ അറിയുന്നു, ശരിയായ സമയത്ത് അതെനിക്ക് എത്തിക്കുന്നു. പണം എൻ്റെ ജീവിതത്തിലേക്ക് സ്നേഹത്തോടും സൗഹൃദത്തോടും കൂടിയാണ് വരുന്നത്. ഞാൻ സമൃദ്ധി കൈകാര്യം ചെയ്യാൻ പൂർണ്ണമായി യോഗ്യനാണ്. കുറവിൻ്റെ ബോധം ഇപ്പോൾ എൻ്റെ മനസ്സിൽ നിന്നും പൂർണ്ണമായി അകലുന്നു. സമൃദ്ധിയുടെ ഊർജം എൻ്റെ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും നിറയുന്നു. ഞാൻ എവിടെ പോയാലും സർവവിശ്വത്തിൻ്റെ സമ്പത്ത് എന്നെ പിന്തുണയ്ക്കുന്നു. ഇന്നു മുതൽ എൻ്റെ ജീവിതം സാമ്പത്തികമായും സുരക്ഷിതമായും സമൃദ്ധമാകുന്നു. ഞാൻ സർവവിശ്വത്തിൻ്റെ സമൃദ്ധിയെ കൃതജ്ഞയോടെ സ്വീകരിക്കുന്നു. ഞാൻ ഇപ്പോൾ തന്നെ സമ്പന്നനാണ്. ഈ അഫർമേഷനുകൾ ഇപ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നു. ഇന്നു മുതൽ സമ്പത്ത് നിങ്ങളെ തിരഞ്ഞെത്തും. നിശബ്ദമായി നന്ദി പറയൂ സർവവിശ്വത്തോട്, നിങ്ങളോട് തന്നെ. ഈ വീഡിയോ 21 ദിവസം തുടർച്ചയായി കേൾക്കുക. നിങ്ങൾ ഇതിനെ വിശ്വസിക്കുക, യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക, സ്വീകരിക്കാൻ തയ്യാറായിരിക്കുക.